ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ചോറൊക്കെ അടുപ്പത്തിട്ടിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, അലക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഉള്ളത് അലക്കിയിട്ടു. പിന്നെ അതിന് ശേഷം തലേ ദിവസം അലക്കിയിട്ട പുതപ്പും വീരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് വെയിലത്തിട്ടു. അപ്പോൾ ചോറ് അടുപ്പത്തിട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോറ് വെന്തോ നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അങ്ങനെ ചോറ് വെന്തിട്ടില്ല. പിന്നെയും പോയിട്ട് ഇതാ ഇന്നലെ തലേ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്ന പുതപ്പും വിരിപ്പൊക്കെ ഉണങ്ങിയോ എന്നൊക്കെ നോക്കിയിട്ടേ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണങ്ങിയത് കൈയോടെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ വരുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്ന് ഇട്ടിരിക്കുകയാണ് കേട്ടോ. അതിന് പുറമെ വെള്ളം കുടിച്ച കുറച്ച് വിറകൊക്കെ ഉണ്ടായിരുന്നു. അമ്മ പാവം വേവിച്ചിട്ടും വെയ്യാണ്ടൊക്കെ പോയിട്ട് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെയിലത്തേക്ക് എടുത്തിട്ടു. അതൊന്ന് വെള്ളം വലിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കൊത്തിയിട്ടുണ്ടെങ്കിൽ അടുപ്പിലിടാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് വെയിൽ വിളിക്കാൻ വേണ്ടി അതും പുറത്തിട്ടു. ചിലപ്പോൾ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാം കൂടി എടുത്ത് വെക്കൽ നമുക്ക് നടക്കില്ല. കാരണം എനിക്കും വയ്യ, അമ്മയ്ക്കും വയ്യ. അതുപോലെ അമ്മ കിടക്കാൻ അമ്മ എണീച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ അമ്മ വൈകിട്ടൊക്കെയാണ് എണീറ്റത്. അപ്പോൾ ധോനി ബേബിക്കിനെ മേലൊക്കെ കുളിപ്പിച്ച് അവൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. ചോറ് അടുപ്പത്തിടലൊക്കെ കഴിഞ്ഞു. അപ്പോൾ മോളുടെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം അലക്കിയിട്ടു. അപ്പോൾ അത് അലക്കിയിട്ടൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ വെയിലുള്ളപ്പോൾ വേഗം ഇട്ടിട്ടുണ്ടെങ്കിൽ വേഗം വെലിഞ്ഞിട്ട് ഉണങ്ങി കിട്ടുമല്ലോ. അപ്പോൾ ഉണങ്ങിയത് ഓരോന്നിങ്ങനെ എടുത്ത് കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അതിനിടയിൽ. അതാ ഞാൻ പറഞ്ഞത്, മഴ പെട്ടെന്ന് എപ്പോഴാണ് പെയ്യാന്ന് പറയാൻ പറ്റില്ല. പെയ്യുമ്പോൾ എല്ലായിടത്തേക്കും കൂടി ഓടൽ നടക്കില്ല. കാരണം തറവാട് വീടിൻ്റെ ഉമ്മാർത്തും കുറേ ഇട്ടിട്ടുണ്ട് കേട്ടോ ഡ്രസ്സുകൾ. അപ്പോൾ അങ്ങോട്ടാ ഓടുക, ഇവിടേക്കാ ഓടുക, അതൊക്കെ എടുത്ത് വെക്കുക ചെയ്യുക. അപ്പോൾ ഉണങ്ങിയതൊക്കെ ഓരോന്നിങ്ങനെ എടുത്ത് വെച്ചു കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് വന്നപ്പോൾ രണ്ടാമത് ഞാൻ വന്ന് ചോറൊക്കെ വെന്തോ നോക്കി നോക്കുമ്പോൾ ചോറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് വാർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അടുപ്പ് എന്തായാലും കാലിയായി കിടക്കല്ലേ. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് കുറച്ച് വെള്ളം പൈപ്പിൽ നിന്ന് എടുത്തിട്ട് അടുപ്പത്ത് വെക്കാമല്ലോ. ഒന്ന് അമ്മയ്ക്ക് മേല് കുളിക്കേ അല്ലെങ്കിൽ ധോനി ബേബിനെ മേല് കുളിപ്പിക്കേ വൈകിട്ട്, അല്ലെങ്കിൽ എനിക്കും മേല് കുളിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വെറുതെ അടുപ്പിൽ നല്ല കനലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് ഞാൻ എന്തായാലും ഇനി ചോറൊന്ന് വാർത്തെടുക്കട്ടെ കേട്ടോ. ചോറ് വാർക്കാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കഞ്ഞിയായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കേട് വന്നാലും പിന്നെ കഴിക്കാൻ പറ്റില്ലല്ലോ. ചോറായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടൊക്കെ നമുക്ക് കഞ്ഞിയായിട്ട് കുടിക്കാമല്ലോ. കാരണം ഈ വായ കയ്പും ഉള്ളിൽ പനിയൊക്കെ ഉള്ളതുകൊണ്ടേ നമുക്ക് ചോറൊന്നും തിന്നാൻ പോകുന്നേ ഇല്ല കേട്ടോ. പിന്നെ ഞാൻ എന്തായാലും കഞ്ഞി തന്നെ കുടിച്ച്, അച്ചാറൊക്കെ കൂട്ടിയിട്ട് കഞ്ഞി തന്നെ കുടിച്ചിട്ട് ഞാനും അമ്മയും കുഞ്ഞാറ്റയ്ക്കും തന്നെ കേട്ടോ ഞാൻ കഞ്ഞി തന്നെ കൊടുക്കുന്നത്. അവൾ കഞ്ഞിയാകുമ്പോൾ എന്താ പറയുക, കുറച്ചിങ്ങനെ ലൂസാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ കഞ്ഞിയും കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അമ്മ രാവിലെ എണീറ്റു. ചായയൊന്നും കുടിച്ചില്ല കേട്ടോ. ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമ്മ ചായയൊന്നും കുടിച്ചില്ല. ധോനി ബേബിക്ക് കഞ്ഞി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഞ്ഞി എടുത്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അമ്മ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചോറൊക്കെ വാർത്ത് വെച്ചതിന് ശേഷം ഞാൻ തലേദിവസം മണ്ണാർക്കാട് പോയപ്പോൾ കുറച്ച് പച്ചക്കറി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അമരക്ക ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമരക്കയൊക്കെ നന്നാക്കി എടുക്കുകയാണ്. അപ്പോൾ അമ്മ അതാ റെസ്റ്റ് എടുക്കുക. പാവം അതിനിടയിൽ ധോനി ബേബി ഇതാ മേലൊക്കെ കുടിച്ചിട്ട് അവിടെ ഇരിക്കുകയെന്ന് കേട്ടോ. അപ്പോൾ അവളിതാ കുടിവെള്ളം വേണം പറഞ്ഞിട്ട് കുടിക്കാൻ വെള്ളമൊക്കെ മേടിച്ചു. ലാസ്റ്റ് കുറച്ചൊക്കെ കുടിച്ചു. അതിനുശേഷം ബാക്കി ഇതാ കൊണ്ടുപോയി ഉമ്മർത്ത് കൊണ്ടേ തൂക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇതാ കപ്പ് കൊണ്ടേക്കാൻ പോകുന്നുണ്ട് ആള്. നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ അവളും വരും കേട്ടോ. നമ്മുടെ കൂടെ ജോലി ചെയ്യാൻ നമ്മളൊന്ന് ചെയ്യേണ്ട ജോലി നമ്മളൊരു 4 പ്രാവശ്യം ചെയ്യിപ്പിക്കേണ്ട ജോലി അവൾ ഉണ്ടാക്കി തരും. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് കമൻസൊക്കെ ഇട്ടായിരുന്നു. ഒരുപാട് സന്തോഷം കേട്ടോ. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ. ഓണൊക്കെ എവിടം വരെ എത്തി? എല്ലാവരുടെയും ഓണക്കോടിയൊക്കെ എടുത്തോ? നമ്മൾ ഓണക്കോടിയൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല കേട്ടോ. പിന്നെ ഇന്നലെ നമ്മുടെ യൂട്യൂബ് തുടങ്ങിയ സമയത്തുള്ള നമ്മുടെ കൂട്ടുകാരി എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഒരു അമ്മയെ പോലെ തന്നെ കേട്ടോ, നമ്മുടെ ജാൻസിയമ്മ GM വ്ളോഗ് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നലെ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജാൻസിയമ്മ അപ്പോൾ ഇന്നലെ ലൈവ് ഇട്ട സമയത്ത് ഞാനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അപ്പോൾ ധോനി ബേബി ഇങ്ങനെ സ്ക്രീനിലൊക്കെ ഇങ്ങനെ ഉമ്മയൊക്കെ വെക്കുക കേട്ടോ ആള്. അപ്പോൾ പറഞ്ഞു, അയ്യോ മോള് ഇവിടെ ആയിരുന്നെങ്കിൽ ഉടുപ്പൊക്കെ എടുത്തു കൊടുക്കായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ജാൻസിയമ്മ ഭയങ്കര ഇതൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്കും തന്നെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ യൂട്യൂബ് തുടങ്ങിയ മുതൽക്കുള്ളൊരു കൂട്ടാട്ടോ. പിന്നെ എപ്പോഴും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് എപ്പോഴും ഓരോന്ന് പറയും, കമൻസ് ആയിട്ടും അതേപോലെ ലൈവിലൊക്കെ വരുമ്പോൾ എപ്പോഴും എന്നോട് സംസാരിക്കും കേട്ടോ. മോളെ വിഷമിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാവും, ഈ പ്രയാസങ്ങളൊക്കെ മാറും, ചെറിയ മോളല്ലേ, അതേപോലെ അവൾ കുറച്ചും കൂടി ആയിട്ടുണ്ടെങ്കിൽ മോൾക്ക് പുറത്തിന് ജോലിക്കൊക്കെ പോവുക. ഇപ്പം എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. കാരണം നമ്മളും ആ അവസ്ഥയിൽ കൂടെ മക്കളൊക്കെ ചെറുതാവുമ്പോൾ
നമ്മളും അങ്ങനെ ആയിരുന്നു നമ്മുടെയും സാഹചര്യം എന്നൊക്കെ അങ്ങനെ ചേച്ചി പറഞ്ഞു. വിഷമങ്ങളൊക്കെ നമ്മുടെ വിഷമങ്ങളൊക്കെ പ്രയാസങ്ങളൊക്കെ പറയുമ്പോൾ ചേച്ചി ഇങ്ങനെ പാവം സപ്പോർട്ട് ചെയ്യും കേട്ടോ. അങ്ങനെ പറയുക. അപ്പം എല്ലാം ശരിയാവുന്ന ഒരു ദിവസം വരും. എവിടെ പോവാനല്ലേ, എല്ലാം ശരിയാവാനും ശരിയാക്കാനും എല്ലാത്തിനും ഒരാളുണ്ടല്ലോ. അപ്പോൾ അയാളെല്ലാം ശരിയാക്കി തരും. പിന്നെ നമ്മൾ കൂടെ അങ്ങോട്ട് പോവുതന്നെ, നമ്മളും വെറുതെ ഇരിക്കാൻ പാടില്ല എന്ന് മാത്രം. അപ്പം അങ്ങനെ ഇതാ കഞ്ഞിക്കായി ഉപ്പേരിയൊന്നായിട്ടില്ല കേട്ടോ. അതിന് ബേബി ഇതാ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണേ. അമ്മമ്മയാണ് കൊടുക്കുന്നത്. അമ്മമ്മ കൊടുത്താൽ പിന്നെ ആൾ കഴിക്കും കേട്ടോ. അപ്പം അച്ചാറ് പപ്പടം കാച്ചിയതൊക്കെയാണ്, കാച്ചിട്ടില്ല ചുട്ടത് കേട്ടോ. പപ്പടം ചുട്ടതും അതേപോലെ തന്നെ അച്ചാറും കൂട്ടിയിട്ടാണ് ആൾ കഞ്ഞി കുടിക്കുന്നത് കേട്ടോ. ഞാനിതാ ഇതൊക്കെ നന്നാക്കി എടുത്ത് ഉള്ളിയും പച്ചമുളകും എല്ലാം റെഡിയാക്കി വെച്ചിട്ടിതാ മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ആൾ ഉറങ്ങിയിട്ടേ ഇല്ല. ആൾ ഉറങ്ങാത്തതുകൊണ്ട് ഇനിയിപ്പോൾ എൻ്റെ കൂടെ വരും. പിന്നെ ഈ പച്ചക്കറികളുടെയൊക്കെ പേര് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു മിസ്റ്റേക്ക് പറ്റാറുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് പറയാനില്ല. ഈ അമരയ്ക്കയും കൊത്താമരയ്ക്കയും അങ്ങനെ ഓരോരോ പേര് പറയുമ്പോഴേ ചിലപ്പോൾ അങ്ങോട്ടും കൂടെ ഒക്കെ മാറിപ്പോകും കേട്ടോ. ചില പച്ചക്കറികൾ അങ്ങനെ, അതേപോലെ വെള്ളരിക്ക, അതേപോലെ തന്നെ കക്കരിക്ക എന്നൊക്കെ പറയില്ലേ, പിന്നെ അതേപോലെ പടവലങ്ങ, അങ്ങനെയുള്ള ഓരോ ഇതുകളൊക്കെ ഏകദേശമൊക്കെ ഒരുപോലെയാണല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ എനിക്ക് മാറിപ്പോകും കേട്ടോ. എപ്പോഴും ഒരു കൺഫ്യൂഷനും വരും. എന്താണാവോ, എന്താണ് പേരെങ്ങാനും മാറിപ്പോയോ എന്നൊക്കെ വിചാരിക്കണ പോലെ തോന്നും കേട്ടോ. പിന്നെ നമ്മുടെ ഒരു 2 വീഡിയോയുടെ മുന്നത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ചോറ് അടുപ്പത്തിടുക എന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നിയതല്ലായിരിക്കും, കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചോറ് അടുപ്പത്തിടുക, ചോറിന് അരി അടുപ്പത്തിടും. അപ്പോൾ അങ്ങനെ ആ ഒരു ഉദ്ദേശത്തിൽ നമ്മൾ നമ്മുടെ നാട്ടുഭാഷയിൽ അങ്ങനെ പറയണതാണ് കേട്ടോ. ചിലപ്പോൾ തെറ്റന്നെ ആയിരിക്കും, ചിലപ്പോൾ അറിയില്ല കേട്ടോ. അപ്പോൾ അവർ തമാശയായിട്ട് കേട്ടോ പറഞ്ഞ് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചില വാക്യങ്ങളും ചില വാക്കുകളൊക്കെ ചില സമയത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഉപ്പേരിക്കൊക്കെ ഉള്ളത് ഉള്ളിയും അതുപോലെ പച്ചമുളകൊക്കെ നല്ല വാടി വന്ന സമയത്ത് ഇതാ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള നമ്മുടെ അമരക്ക ഇതാ അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നവരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ലൈക്ക് അടിച്ചാൽ മാത്രം പോരാ, ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉപ്പേരിയൊക്കെ അടുപ്പത്ത് വെച്ചുതാ. ഇന്ന് ഇതന്നെ പരിപാടി. കാരണം എന്താ, ഈ മഴ വരുമ്പോഴത്തേന് മഴ എപ്പോഴാണ് പെയ്യാന്ന് പറയാൻ പറ്റില്ലല്ലോ. തിരിച്ചും മറിച്ചിട്ട് ഉണക്കന്നെ പണി. തുണികൾ കേട്ടോ കുറേ അവിടെ ഇട്ടിരിക്കണു, ഫ്രണ്ടിലും തറവാട്ട് മുറ്റത്തും പുറകു വശത്തും ഒക്കെ അങ്ങനെ ഇട്ടിട്ടൊക്കെ ആയിട്ട് കുറേ അങ്ങനെ ഉണക്കിയെടുത്തു കേട്ടോ. ഇനി ബാക്കിയുള്ള ബാലൻസാണ് ഇത് കേട്ടോ. അത് ഞാൻ പുറത്ത് പോയപ്പോൾ ഇട്ട ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറേ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിലും ഒരുപാടായ നമുക്ക് അലക്കാനും ബുദ്ധിമുട്ട്. പിന്നെ അലക്കിയാണെങ്കിലോ ഇടാനും ഉണ്ടാവില്ല സ്ഥലം. അങ്ങനെ കേട്ടോ. മഴക്കാലമായ മഴ തോരാത്ത മഴയായിട്ടുണ്ടെങ്കിലുള്ള ബുദ്ധിമുട്ട് എന്താണെന്നറിയോ, ഉണങ്ങിയും കിട്ടില്ല. ആകെ പുഴുക്കച്ചോരും അടിച്ചിട്ട് നമ്മളാകെ ബുദ്ധിമുട്ടും. അങ്ങനെ ചവിട്ടിത്തുണികളും എല്ലാം കൂടി എല്ലാം അലക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം കുറേശ്ശെ ഓരോന്നായി കൊണ്ടുവന്ന് വെച്ച്. അപ്പോൾ അങ്ങനെ ഞാൻ ചോറുന്ന് കേട്ടോ ഉപ്പേരിയൊക്കെ ആയി. ഉപ്പേരി ആയപ്പോൾ തലേ ദിവസം കുറച്ച് തക്കാളി നമ്മൾ വെള്ളം അധികം വയ്ക്കാതെ നമ്മൾ താളിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പച്ചമുളക് ഉള്ളിയൊക്കെ ഇട്ടുള്ളത് കുറച്ചിരിപ്പുണ്ടായിരുന്നു. അമ്മ നേരത്തെ കഞ്ഞി കുടിച്ചു കേട്ടോ. അമ്മക്ക് ചോറ് വേണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ കഞ്ഞി തന്നെ കുടിച്ച്. കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഇതാ അമ്മ റെസ്റ്റ് എടുക്കുകയാണ്. ഞാനിതാ ഉപ്പേരിയൊക്കെ കൂട്ടി അച്ചാറും കൂട്ടിയിട്ട് കഞ്ഞിയൊക്കെ കുടിച്ചു, ചോറൊക്കെ ഉണ്ടു. അതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. എന്താ അപ്പോഴത്തേനാണ് രാശേട്ടൻ വരുന്നുണ്ട് പറഞ്ഞിട്ട് കുഞ്ഞാറ്റ ഏതോ ഒരു വണ്ടി പോയപ്പോൾ അച്ഛടെ വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ഓടി കയറി വന്നു കേട്ടോ കനാലിൻ്റെ മുകളിലേക്ക്. അപ്പോൾ അങ്ങനെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ രാശേട്ടൻ വന്നത്. പണിയൊക്കെ മാറ്റി വരാൻ വൈകി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതാ അവളിനെ എടുത്തുകൊണ്ട് ഇതാ ഇറങ്ങിയിട്ട് നടക്കുകയാണ്. അപ്പം ഇത് നല്ല വെയിലായിരുന്നു. ഇതുപോലെയുള്ള പുല്ലും കാടുമാണ് അച്ഛ വെട്ടണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഇറങ്ങി പോകുമ്പോഴേ. അപ്പോൾ കുറേ നേരം കുട്ടി വന്നിട്ട് ഇങ്ങനെ കളിക്കാൻ തുടങ്ങിയിട്ട് കനാലിൻ്റെ മുകളിൽ കൂടെ ഞാനും വന്നു കേട്ടോ. അപ്പോൾ അവളെ മുമ്പിലേ ഓടി കയറി പാഞ്ഞു വന്നു. അപ്പോൾ അങ്ങനെ അച്ഛൻ പണിക്ക് പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെ വരികയാണ് വീട്ടിലേക്ക്. അങ്ങനെ ഇതാ ഞങ്ങൾ വന്നു, ചായയൊക്കെ വെച്ച് ചായ കുടിയൊക്കെ കഴിഞ്ഞ് രാശേട്ടൻ പോയിട്ടോ. അപ്പം ഇന്ന് രാത്രിക്ക് ചോറുണ്ടായിരുന്നില്ല, ചോറ് കമ്മിയായിരുന്നു. അപ്പോൾ മാവ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാവ് വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഈ മാവും കൊണ്ട് അപ്പം ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം ഉണ്ടാക്കുക കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും അതിലേക്ക് എന്തൊരു ചട്നി ഉണ്ടാക്കണം. സവോളയും തക്കാളിയും കൂടി ഇട്ടിട്ടുള്ളൊരു ചട്നിയും കൂടി ഉണ്ടാക്കണം. ആ ചട്നിയും കൂടി ഉണ്ടാക്കിയിട്ട് വേണം ഇനിയിപ്പോൾ റെസ്റ്റ് എടുക്കാൻ. ഇനി കുഞ്ഞാറ്റയ്ക്ക് കഴിക്കാനും കൂടി കൊടുക്കണം കേട്ടോ. അവൾക്ക് കഴിക്കാനും കൂടി കൊടുത്തിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാൻ. ഇതിൻ്റെ ഇടയ്ക്കിടെ അതും കൂടി ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ എന്നറിയോ, അവൾ ബഹളം വെച്ചിട്ട് വിശന്നാൽ പിന്നെ അവൾ നിൽക്കില്ല. ഇനി അവളെ മേല് കുളിപ്പിക്കണം.
അവിടെ അതിന് മുന്നേ തന്നെ കുറച്ച് കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാ, കഞ്ഞിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സീനാണിത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് മേലൊക്കെ കുളിപ്പിച്ചു, ഇതാ വന്നു ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിക്കുക. ചായയും വെച്ചു കേട്ടോ. അങ്ങനെ ചായയൊക്കെ വെച്ചിട്ട് ഇതാ ഞങ്ങൾ കുടിക്കുക, ഞാനും അമ്മയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ രാത്രി കുറച്ച് വൈകിട്ടോ കഴിക്കാനൊക്കെ, കാരണം ഇവൾക്ക് കഴിക്കാനൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് അവളൊരു പാട്ടിലും ചൂട്ടിലൊക്കെ ആക്കിയതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ കഴിക്കാനൊക്കെ ഇരുന്നത്. അപ്പോഴത്തേനും സീരിയലൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേനും അവൾ വന്ന് കാർട്ടൂണൊക്കെ വേണം പറഞ്ഞിട്ടാണ് വന്നത് കേട്ടോ. അതാ ബഹളം വെച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും.